നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ബോക്സിന് സൗണ്ട് വരികയാണെങ്കിൽ നമ്മൾ പൊതുവെ എന്താണ് ചെയ്യുന്നത്? ശരിക്കും സ്റ്റിയറിംഗ് ബോക്സിന് എന്തുകൊണ്ട് സൗണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അൺഈവനായിട്ടുള്ള റോഡ്സിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി ഒന്ന് ബ്രേക്കൊക്കെ ചവിട്ടി അല്ലെങ്കിൽ ഒന്ന് പതുക്കെ കയറ്റി ഇറക്കിയൊക്കെ പോകാതെ വരുമ്പോഴത്തേക്കും, ഇത് കാലക്രമേണ വരുന്നതാണ്, ഒരു ദിവസം കൊണ്ട് വരുന്ന ഒരു കാര്യമല്ല. അങ്ങനെ പോകുന്ന സമയത്താണ് സ്റ്റിയറിംഗ് ബോക്സിന്, അതായത് റാക്കിനൊക്കെ അടിപ്പുണ്ടാകുന്നത്. ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് SSD4058 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എം ജി ബ്രോ, എൻ്റെ വാഗണാർ 2016 VXI AMT 7000 കിലോമീറ്റർ കംപ്ലീറ്റഡ്. 2023 ഏപ്രിൽ 41 കിലോമീറ്റർ, അതായത് 41,000 കിലോമീറ്റർ ഞാൻ വണ്ടി സർവീസിന് ഷോറൂമിൽ കൊടുത്തപ്പോൾ സ്റ്റിയറിങ്ങിന് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഏതോ ഒരു പാർട്ട് മാറി, പ്ലഞ്ചർ സ്റ്റിയറിംഗ് റാക്ക്. അത് മാറിയതിന് ശേഷം സ്റ്റിയറിംഗ് നല്ല ടൈറ്റായി, റിട്ടേൺ വരുന്നില്ല. 1000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ശരിയാകുമെന്നാണ് പറഞ്ഞത്. ബട്ട് കുറച്ച് ലൂസ് ആയതല്ലാതെ സർവീസിന് മുമ്പുള്ളതുപോലെ ഇതുവരെ ലൂസും റിട്ടേണും വരുന്നില്ല. നോട്ട് ബെൽ. ഈ സർവീസിന് മുമ്പ് ഞാൻ വൺ ഹാൻഡ് യൂസ് ചെയ്ത് സ്റ്റിയറിംഗ് തിരിക്കുന്നു. ഇപ്പോൾ വൺ ഹാൻഡ് ഞാൻ കോൺഫിഡൻ്റ് അല്ല. സർവീസ് സെൻറ്ററിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് നോർമലാണെന്നാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്ലീസ് ഒരു വീഡിയോ ഇടാമോ? ഷുവറായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സിന് എന്താണ് കംപ്ലയിൻറ്റ് വരുന്നതെന്നുള്ളത് ഞാനിപ്പോൾ വ്യക്തമാക്കി. ഏകദേശം 47,000 കിലോമീറ്ററിലൊക്കെ സ്റ്റിയറിംഗ് ബോക്സ് സൗണ്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓടിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അതായത് നല്ല ഗട്ടർ റോഡ്സും കാര്യങ്ങളൊക്കെ, അതായത് നല്ല മോശപ്പെട്ടുള്ള വഴി കൂടെയൊക്കെ നമ്മൾ ഏകദേശം ബ്രേക്ക് അധികം യൂസ് ചെയ്യാതെ നല്ല അടിച്ചുവിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലാണ് സാധാരണ സ്റ്റിയറിംഗ് ബോക്സിനൊക്കെ പെട്ടെന്ന് ഈ ഒരു സൗണ്ട് വരുന്നതിൻ്റെ കാരണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, സ്റ്റിയറിങ്ങിൻ്റെ റാക്ക് ബുഷും കാര്യങ്ങളൊക്കെ മാറിയെന്ന് പറഞ്ഞായിരുന്നു. ശരിക്കും ഈ റാക്ക് ബുഷ് മാറുക എന്നുള്ളതിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല, വേറൊന്നും കൊണ്ടല്ല. കോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ഈ പറഞ്ഞുള്ള റാക്ക് ബുഷോ കാര്യങ്ങളൊക്കെ മാറുന്നത്. ശരിക്കും വാഗണാറിനൊക്കെ അത് സ്റ്റിയറിംഗ് ബോക്സ് ഉൾപ്പെടെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി മാറാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഫുള്ള് അസംബ്ലി മാറി വിട്ട് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ റാക്കിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം റാക്ക് ബുഷ് മാറത്തില്ല, റാക്കിനകത്ത് വരുന്ന ബുഷ് മാത്രമേ മാറത്തുള്ളൂ. ഈ ബുഷും ഒക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്ന റാക്ക് സെയിം തന്നെയാണ്. റാക്കിനെ നമ്മൾ മാറ്റമൊന്നും വരത്തില്ല. ഇതിന് വരുന്ന തേയ്മാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇളക്കോ കാര്യങ്ങളോ ഒന്നും പിന്നെ അത് മാറണമെന്നില്ല. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റിയറിംഗ് ബോക്സിന് സൗണ്ട് ഉണ്ടോ, ചെറിയ സൗണ്ട് ആണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, അതായത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് മാറാൻ വേണ്ടി നിൽക്കണ്ട. സൗണ്ട് കൂടി കഴിയുമ്പോഴത്തേക്ക്, അതായത് ഒരു പരിധിയിൽ കൂടുതൽ സൗണ്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബോക്സ് ഉൾപ്പെടെ നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ പറഞ്ഞൊരു കാര്യത്തിന് ഞാനൊരു സൊല്യൂഷൻ പറയുന്നത് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഡാമ്പർ ബുഷ് അല്ലെങ്കിൽ അതിൻ്റെ ഡാമ്പർ ഒരു അല്പം കൂടെ ഒന്ന് ലൂസ് ചെയ്യാൻ പറയുക. അതായത് ടോർക്കിലായിരിക്കും ഇപ്പോൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്, ടോർക്കിനെ കഴിഞ്ഞ് ഒരു അല്പം ഒന്ന് ലൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റിയറിംഗ് ബോക്സ് ഒന്ന് ഫ്രീ ആവും. അന്നേരം ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു കട്ടിയായിട്ട് ലോങ് ഒക്കെ ഡ്രൈവ് പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു അല്പം ഡാമ്പർ ബുഷ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ, ഒരു അല്പം ഒന്ന് ലൂസ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ സാധിക്കും. അവരിപ്പോൾ ടോർക്കിലായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ടോർക്കിനെ കഴിഞ്ഞ് ഒരു അല്പം കുറയ്ക്കാൻ പറയുക. അതായത് ആസിറ്റീസ് മാനുവലിലുള്ള ടോർക്കിനെ കഴിഞ്ഞ് ഒരു അല്പം കൂടെ ടോർക്ക് കുറച്ചിട്ട് കഴിഞ്ഞാൽ, ഒരു അര ത്രെഡ് വല്ല ഒന്ന് കുറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് വാഹനം ഓടിക്കാൻ കുറച്ചുകൂടെ ഫ്രീ ആയിക്കോളും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചെറിയ നോയ്സ് വരുന്നതിനനുസരിച്ച് അവരോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്ന പോലെ സ്റ്റിയറിങ്ങിൻ്റെ കട്ടി കുറയുന്നതായിരിക്കും. പക്ഷേ ഇനി ഇതുപോലെ ആരെങ്കിലും സ്റ്റിയറിംഗ് ബോക്സ് സൗണ്ടുമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റിയറിംഗ് ബോക്സ് ഒരു സൗണ്ട്, ഒരു നല്ലൊരു സൗണ്ടായി തുടങ്ങി കഴിയുമ്പോൾ, ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഭയങ്കര ഒച്ചയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് റീപ്ലേസ് ചെയ്ത് വിട്ടേക്ക്. അതിനിട്ട് റിപ്പയർ ചെയ്യാൻ പോകില്ല. കാരണം റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിൻ്റെ പുറമേ നടക്കാനേ നേരം കാണത്തുള്ളൂ. ഒരു പാർട്ടേ നമ്മൾ അതിനകത്ത് റിപ്പയർ ചെയ്യുന്നുള്ളൂ, ബാക്കിയിരിക്കുന്ന എല്ലാ ഫുൾ പാർട്ടുകളും പഴയത് തന്നെയാണ്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് വേണം. അതുകൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ആസിറ്റീസ് ഫുൾ യൂണിറ്റ് റീപ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പണിയും കുറേ നാളത്തേക്ക് ആ ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല.